ചെയ്യുകയില്ല, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയില്ല. അങ്ങനത്തെ ലോകമാണ് പ്രിയപ്പെട്ടവരെ ആഖിറം, അങ്ങനത്തെ ലോകമാണ് പ്രിയപ്പെട്ടവരെ മഹ്ശറ. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നരകത്തിൽ നിന്നും സൂക്ഷിക്കേണ്ടവരെയും രക്ഷപ്പെടുത്തേണ്ടവരെയും ഈ ഭൂമി ലോകത്തുള്ള ജീവിതത്തിൽ വെച്ചാണ് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതി, ആ കോടതിയിലെ കണക്കെടുപ്പ്, ആ കോടതിയിലെ റിസൾട്ട് പ്രഖ്യാപനം, ഇതൊക്കെ നാളെ റിസൾട്ട് പ്രഖ്യാപനം കാത്തിരിക്കുന്ന നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നുള്ള റിസൾട്ടാണ് യഥാർത്ഥ റിസൾട്ട്. അവിടെയാണ് യഥാർത്ഥ വിജയി ആര്, പരാജിതനാര് എന്ന് തിരിച്ചറിയുന്നത്. നാളത്തെ റിസൾട്ട് വെറും 5 വർഷത്തേക്കുള്ള റിസൾട്ട്. ഇടയ്ക്ക് കാലുവാരിയാൽ പിന്നെയും തെരഞ്ഞെടുപ്പ് വരും, പിന്നെയും വോട്ടിംഗ് വരും, പിന്നെയും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ വിജയമുണ്ടാകൂ, ഒരേ ഒരു പ്രാവശ്യം മാത്രമേ പരാജയമുണ്ടാകൂ. അതുകൊണ്ട് അങ്ങനെയുള്ള നാളിനെ വല്ലാതെ പേടിച്ചു കഴിയണമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് വയഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ അബ്സാറു വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ പരലോകത്തെയും മഹ്ശറയെയും വിചാരണ കോടതിയെയും ഭയന്നു കഴിഞ്ഞ സഹാബി വര്യന്മാരെ കുറിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. റിജാലുൻ, അവരൊക്കെ ആൺകുട്ടികളായിരുന്നു. ലാ തുൽഹിഹിം, അവർക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടങ്ങളോ അവരുടെ വ്യവഹാരങ്ങളോ ഇതൊന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അന്തിക്കിരില്ല. അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അവർക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. വൈഖാമിസ് സ്വലാ വഇതാഇസ് സകാത്ത്, കൃത്യമായി നിസ്കരിക്കുന്നതിനെ തൊട്ട് ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനെ തൊട്ട് ഒന്നും അവർക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര വഖ്ത് നിസ്കാരമാണ് നാം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ കളാക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, തിരഞ്ഞെടുപ്പായാലും വ്യവഹാരങ്ങളായാലും കച്ചവടങ്ങളായാലും യാത്രകളായാലും മരിപ്പാണെങ്കിലും കല്യാണമാണെങ്കിലും മറ്റ് ഏതെല്ലാം ദുനിയാവിൻ്റെ വ്യവഹാരങ്ങളുണ്ടോ, ദുനിയാവിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അവനെ അനുസരിക്കുന്നതിനെ തൊട്ട്, വൈഖാമിസ് സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനെ തൊട്ട് അതൊന്നും അവർക്ക് തടസ്സമാകുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വയഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവർ വല്ലാതെ ഭയക്കുന്നവരാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും മനസ്സുകളും ഇളകി മറിയുന്ന, വല്ലാതെ ഭയം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിലായി പോകുന്ന, കണ്ണുകൾ തുറച്ചു പോകുന്ന മഹ്ശറ നാളിനെ കുറിച്ച് അവർക്ക് ഭയമുണ്ടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ ധീരനാണല്ലോ, ഒരുപാട് ധൈര്യമുള്ള ആളാണല്ലോ. പക്ഷേ എത്ര രാത്രികളിലാ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹ്ശറയെ കുറിച്ച് ഓർത്തുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ശയ്യാവലംബനായി കഴിഞ്ഞുകൂടിയത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയുമല്ലോ. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൂർ അങ്ങോട്ട് ഓതുകയാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂഅ് വൽ ബഹരിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്. ആകാശത്തെയും ആഴിയെയും സാക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെയും ആ ഖുർആനിൻ്റെ ആയത്തുകളെയും സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധ ചെല്ലുമ്പോൾ, ഇന്ന അദാബ
റബ്ബിക ലവാഖിഉ, തീർച്ചയായും നാളെ നിന്റെ റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയും അതിനുശേഷമുള്ള ശിക്ഷയുമുണ്ടല്ലോ. ലവാഖിഉൻ, അത് സംഭവിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. മാലഹു മിൻ ദാഫിഉ, അതിനെ തടയാൻ ആരുമുണ്ടാകുകയില്ല എന്ന് പടച്ച തമ്പുരാൻ പ്രഖ്യാപിച്ച ആയത്തിന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കിയപ്പോൾ ഫബക്കാ ബുകാ വഷ്തദ്ദ ബുകാഉഹു, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരച്ചിലിൻ്റെ ആധിക്യം കാരണത്തോളം ഹത്താ മരിദാ, ദിവസങ്ങളോളം രോഗിയായി കഴിയുകയാണ്. വഅദുഹു, സഹാബാക്കൾ അമീറുൽ മുഅ്മിനീനാകുന്ന ഉമർ അൽ ഫാറൂഖിനെ സന്ദർശിക്കാൻ വരികയാണ്. കൂട്ടത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചോദിക്കുകയാണ്, മസ്സറല്ലാഹു ബിക്കൽ അംസാർ വഫതഹല്ലാഹു ബിക്കൽ ഫുതൂഹ്, മിസ്ർ ഉൾപ്പെടെയുള്ള എത്ര രാജ്യങ്ങളാ നിങ്ങളുടെ അധികാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ വന്നത്. നിങ്ങൾ അത്രയും വലിയ ധീരനായിരുന്നല്ലോ, നിങ്ങൾ അത്രയും നല്ല ഭരണാധികാരിയായിരുന്നല്ലോ. വഫതഹല്ലാഹു ബിക്കൽ ഫുതൂഹ്, ഒരുപാട് രാഷ്ട്രങ്ങളുടെ വിജയം നിങ്ങളുടെ കരങ്ങളിലൂടെയാണല്ലോ ഉണ്ടായത്. പിന്നെന്താ ഇങ്ങനെ നിങ്ങൾ രോഗിയായി പോയത്? പിന്നെ എന്താ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി കഴിയുമ്പോൾ നിങ്ങൾ ബോധരഹിതനായി